ഹലോ മൈ ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ ചലഞ്ചിൻ്റെ അടുത്ത എപ്പിസോഡുമായിട്ട് നമ്മൾ വന്നേക്കുവാണ്. ഇന്ന് അനദർ 2 വേർഡ്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലെ പാട്ടുകൾ, ആരാണ് വിന്നർ, അതൊക്കെ ആയിരിക്കും ഇന്നത്തെ പരിപാടി. കഴിഞ്ഞ വീഡിയോസ് കുറച്ച് പേര് കമൻസ് വളരെ കുറവായിരുന്നു. നമുക്ക് സബ്സ്ക്രൈബേഴ്സും കുറവാണ്, വേറെ കാര്യം. അപ്പോൾ എന്തായാലും കുറച്ചുകൂടെ എല്ലാവരും ഒന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ 500 എബോ എന്ന് പറഞ്ഞു, ഇപ്പൊ 600 ആയിട്ടുണ്ട് സബ്സ്ക്രൈബേഴ്സ്. പക്ഷെ അവരാരും കമന്റ് ചെയ്യുന്നില്ല. ആരാണ് നിങ്ങൾ? കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പോൾ സോങ്സ് ഒക്കെ നമുക്ക് കിട്ടാത്ത സോങ്സ് എല്ലാം കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സമയം കളയണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ കഴിഞ്ഞ ആരായിരുന്നു ആദ്യം? നീയാണ്. അപ്പം ഇത്തവണ ഞാൻ എടുക്കാം. ഇതിനകത്ത് എല്ലാം ഉണ്ട്. കഴിഞ്ഞ തവണ 1-2 ഫ്രണ്ട്സ് പറഞ്ഞു ഒരു ഉടായ്പ ഫീൽ ചെയ്തു. അപ്പം അത് നമുക്കിനി ഒഴിവാക്കാം. ഓക്കെ. ഓ, മഞ്ഞിൽ തുടങ്ങുന്ന മലയാളം പാട്ടുകൾ. ഓക്കെ, അതാണ് ഇന്നത്തെ ടാർഗറ്റ്. മഞ്ഞ്. അപ്പോൾ ഓക്കെ, ഒന്നും ടൈമർ വെച്ചോ. നമുക്ക് കഴിഞ്ഞ ടൈമർ മിസ്സായി. ഒന്ന് സ്റ്റാർട്ട് ചെയ്തോ. ഓക്കെ. ഓക്കെ, ഒരു എത്ര സെക്കൻഡ് വേണം? നമുക്കൊരു ഒരു മിനിറ്റ് നോക്കാം. അതിനു മുമ്പ് എനിക്കൊന്നും കിട്ടുന്നില്ല. അത് വേണ്ട, അതിൻ്റെ വേണ്ട. 1 മിനിറ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് കൊടുത്താൽ മതി. ഓക്കെ, ഒന്ന് കാണിച്ചോ. അപ്പൊ മഞ്ഞ്. ഓക്കെ, തുടങ്ങിക്കോ. മഞ്ഞുകാലം നോക്കും കുഞ്ഞു പൂവിൻ കാവിൽ പാട്ടുമോളും പാട്ടിൻ പേര്. കാറ്റുമോളും പാട്ടിൻ പേരെന്ത്? ഒന്ന് മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മഞ്ഞു മഴക്കാറ്റിൻ കുഞ്ഞു കുഞ്ഞു കൂട്ടിൽ രണ്ടിളം പൈങ്കിളികൾ. ഇനിയുള്ള പരിപാടിക്ക് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. എന്താണ്? കറക്റ്റ് അല്ലല്ലോ പാടിയത്. 2 പാട്ടിന്റെ വരി ലിറിക്സ് തെറ്റാ. സമയം പോണു. 1 മിനിറ്റ് ആയി. 1 മിനിറ്റ് ആയ? 1.5 മിനിറ്റ്. പെട്ടെന്ന് ആലോചിച്ചോ. മഞ്ഞണിക്കൊമ്പിൽ പാടാൻ പറ്റുമോ? അതെങ്ങനെ? മഞ്ഞണിക്കൊമ്പിൽ മഞ്ഞില്ലല്ലോ. മഞ്ഞ. മഞ്ഞ. ഓക്കെ, മഞ്ഞ്. മഞ്ഞിൽ വിരിഞ്ഞ പൂവേ. അതിന് തുടക്കമൊന്നുമല്ല. ടൈം ഔട്ട്. എത്രയായി? 1.5 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ. ഓക്കെ, ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഒട്ടും കിട്ടിയില്ല. മഞ്ഞിൽ തുടങ്ങുന്ന വേറെ പാട്ടുണ്ടോ? ഒന്ന് പറഞ്ഞേ. ഏതുണ്ട്? വേറെ ഏതുണ്ട്? എന്തായാലും ഞാൻ എത്ര പാട്ട്? 3 പാട്ടോ? 3 പാട്ട്. മഞ്ഞിൽ തുടങ്ങുന്ന ഒന്ന് കമന്റ് ചെയ്യണേ. ഏതെങ്കിലും സോങ്സ് അറിയാമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നോക്കാം. മഞ്ഞ് പെയ്യണ മനം കുളിരണ ചന്ദ്രൻ ഉദിക്കുന്നത്. ശരി, അപ്പൊ നെക്സ്റ്റ്. അപ്പൊ അടുത്ത എടുത്തു ട്രൈ നോക്കാം. അപ്പൊ ഞാൻ എത്ര? 4 പാട്ട്. 3 പാട്ട്. 1 പാട്ട് ഞാൻ റീസ്റ്റാർട്ട്. 1.5 മിനിറ്റ് അല്ലേ? ഒരു. ഓക്കെ, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്യണ്ടേ? സ്റ്റാർട്ട്. ഒരു ചിരി കണ്ടാൽ കണി കണ്ടാൽ അത് മതി. ഓക്കെ, അത് മതി. ഒന്ന്. ഒരു രാത്രി കൂടി കുറെ പാട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ? ഒരു ഞാൻ കാണാതെ അടിച്ച് പാടുന്ന കൊറേ പാട്ട് കിട്ടുന്നുണ്ടല്ലോ. എനിക്കും കുറെ പാട്ട് കിട്ടുന്നുണ്ട്. സമയം അല്ലേ? ഞാൻ തോറ്റ്. 4 എനിക്കിപ്പോ ഒന്നും കിട്ടുന്നില്ലല്ലോ. കൊറേ പാട്ട് മനസ്സിലൊന്നും പോയി. ഒരു വല്ലം പൊന്നും പൂ
ഞാൻ ഓൾറെഡി ഞാൻ തോറ്റല്ലോ. അപ്പൊ ഞാൻ പാടാം. ഓക്കെ, നമുക്ക് മാക്സിമം പാട്ടെടുക്കാം. കാതിലൂടെ ഞാൻ കണ്ടില്ല അതെ. ഒരു വേനൽ പുഴയിൽ തെളിനീരിൽ. ഒരു ദളം മാത്രം ഒരു ചെമ്പന് ഒരു ഒരു കിളി പാട്ടുമൂളവേ. ഒരുപാട് പാട്ടുണ്ട് കേട്ടോ. ഒരു കുഞ്ഞു പൂവിന്റെ ഇതളിൽ നിന്നൊരു ഒരു പുഷ്പം. പക്ഷെ ഇത്രയും പാട്ടുണ്ടായിട്ട് പറയാതിരുന്നത് മോശമായിപ്പോയി. ഞാൻ പറയല്ലേ 1.5 മിനിറ്റ് ഞാൻ ഓൾറെഡി ജയിച്ചു കഴിഞ്ഞു. ഇനി എന്താ 1.5 മിനിറ്റ് ആയി. ഓക്കെ ഓക്കെ, സമയം കഴിഞ്ഞു. അപ്പൊ ഒത്തിരി പാട്ടുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ പാട്ടുണ്ട്. ഇനി ഒരുപാട് എനിക്ക് പാട്ടുകളുണ്ടെന്ന് ഇത്തവണ എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ല. എന്നിട്ടാണ് ഞാൻ ജയിച്ചത്. ഇത് നമ്മൾ പ്ലാൻ ചെയ്തതാണെന്ന് തോന്നുന്നില്ലേ? നമ്മൾ പ്ലാൻ ചെയ്തല്ല. നമ്മൾ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇനി പിന്നെ ഞാൻ തോക്കൂലല്ലോ. ശരി. ഓക്കെ, അപ്പൊ അടുത്ത പാട്ടുകൾ ഈ ഒരുവില് തുടങ്ങുന്ന പാട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. മാക്സിമം കമന്റ്, നമ്മൾ പറയാത്ത പാട്ടുകളല്ല. കഴിഞ്ഞ തവണയൊക്കെ ആരൊക്കെ നമ്മൾ പറഞ്ഞ പാട്ടിനെ വീണ്ടും കമന്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ശരി. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മുടെ ലവ് സ്റ്റോറി പറയണം എന്നും പറഞ്ഞ് 1-2 പേര് കമന്റ് ചെയ്തിട്ടുണ്ട്. അത് നമുക്ക് ഒരുപാട് ഭീഷണി നേരിടുന്നുണ്ട്. അതെ. പക്ഷെ നമ്മൾ കുറച്ച് അയച്ച പണികളൊക്കെ ഉണ്ട്, എങ്കിലേ അത് പറയാൻ സ്ക്രിപ്റ്റ് തിരുത്തുണ്ട് കുറച്ച്. അതെ, അറിയാവുന്നവർക്ക് അറിയാല്ലേ, അറിയാവുന്നവർക്ക് അറിയാം. അപ്പൊ എല്ലാ സൈഡും ഒന്ന് സേഫ് ആക്കിയിട്ട് നമുക്ക് എന്താ ഒരു എന്റർടൈൻമെന്റ് മാത്രമുള്ള ഒരു ലവ് സ്റ്റോറി നമുക്ക് പറയാം. നെഗറ്റീവ് സൈഡ് അറിയണ്ട. ശരി, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ്. അതെ, നമ്മുടെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ശരി, താങ്ക് യു.